ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്ന് പൗർണമിയാണ്. അമാവാസിയല്ല, ഇന്ന് വെളുത്ത വാവാണ്. പൗർണമി ദിവസമാണ്. അപ്പോൾ ഇന്ന് ഞാൻ താമസിക്കുന്ന ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് കറുത്ത വാവ്, വെളുത്ത വാവ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് അത് ഭയങ്കര പ്രത്യേകതയാണ്. കാരണം ഇവിടെയുള്ള ആളുകൾ ദൈവങ്ങൾക്ക് ഒരുപാട് മൂല്യതകൾ കൊടുക്കുന്ന ആളുകളാണ്. അപ്പം അതുകൊണ്ട് എനക്കും ഒരു പ്രശ്നവുമില്ല. ഇവിടെ താമസിക്കുന്നതിന് ഒരു പ്രശ്നമില്ല. നമ്മൾ ചന്ദനത്തിരി കത്തിച്ചാലും, നമ്മൾ പൂജ ചെയ്താലും, നമ്മൾ മണി അടിച്ചാലും, നമുക്ക് എന്ത് ചെയ്യുന്നോ അതെല്ലാം നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളാണ്. ആരും നമ്മളെ ചോദ്യം ചെയ്യാറില്ല. പിന്നെ നമ്മുടെ കേരളത്തിനകത്തെ പോലെ ഇവിടെ എന്തു ചെയ്യുന്നു, അവിടെ എന്തു ചെയ്യുന്നു എന്നാരും അന്വേഷിക്കാറില്ല. എല്ലാവരും രാവിലെ നേരം വെളുത്തു കഴിഞ്ഞാൽ എന്തു ചെയ്യും, അവരവരുടെ ജോലിക്ക് പോകും. ആർക്കും ആരോടും ഒരു പരിഭവങ്ങളുമില്ല. വളരെ തികഞ്ഞ ശാന്തമായി എല്ലാവരും അവരവരുടെ ജോലി ചെയ്തു ജീവിക്കുന്നു. രാവിലെ അവരവരുടെ ഭർത്താക്കന്മാരെല്ലാം ജോലിക്ക് പോയി കഴിഞ്ഞാൽ സ്ത്രീകൾ വീട്ടിലിരുന്ന് കുട്ടികളെ നോക്കുന്നതും അടുക്കള ജോലി ചെയ്യുന്നു. വളരെ അച്ചടക്കമായിട്ട് എല്ലാവരും ജീവിച്ചു പോകുന്നു. ആരും ആരുടെ കുറ്റം പറയാനൊന്നും പോകാറില്ല. ആളുകളെല്ലാം ഇപ്പോൾ ഫാമിലിയായിട്ട് താമസിക്കുന്നവരാണെങ്കിൽ അവരവരുടെ കുലദൈവത്തിന് മൂല്യത അവർ കൊടുക്കുന്നുണ്ട്. വളരെ ശാന്തമായിട്ടാണ്. ഇപ്പം ഞാൻ തന്നെ കണ്ടില്ലേ, ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, ഇപ്പം എൻ്റെ ബാക്കിൽ കാണുന്നത് ഞാൻ താമസിക്കുന്ന വീടാണ്. വളരെ ശാന്തമായിട്ടിരിക്കുന്നു. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഫാമിലികൾ എല്ലാം റെൻറ്റിന് താമസിക്കുന്നുണ്ട്. അവരൊക്കെയെന്ന് പറഞ്ഞാൽ അവരെ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പൈപ്പുണ്ട്. അപ്പോൾ കുടിക്കുന്ന വെള്ളം എടുക്കാനായിട്ട് അവരൊക്കെ ഇവിടെ വരാറുണ്ട്. അപ്പം മാത്രമേ ഞാൻ അവരെയൊക്കെ കാണാറുള്ളൂ. അപ്പം ഇന്ന് രാവിലെ കുളി കഴിഞ്ഞു, വിളക്കെല്ലാം കത്തിച്ചു, വളരെ ശാന്തമായിട്ട് ഞാൻ ഇരിക്കുന്നു. രാവിലെ സൂര്യ നമസ്കാരം, പൂജാകാര്യങ്ങളെല്ലാം കഴിഞ്ഞു, ചായയും കുടിച്ചു. അപ്പോൾ കുറേ നാളായില്ലേ നമ്മളിങ്ങനെ വീഡിയോ ആയിട്ട് വന്നിട്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള വീട് അവിടെ അങ്ങനെ പൂട്ടിയിട്ടിരിക്കുകയാണ് അവർ. നമ്മളതിൻ്റെ പേപ്പേഴ്സ് എല്ലാം വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു 3-4 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ വാടകയും കാര്യങ്ങളെല്ലാം നമ്മൾ അഡ്വാൻസ് പൈസ മേടിക്കുന്നതിൻ്റെ ഞാൻ ഇതിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ വാടക കറക്റ്റ് കൊടുത്തത് ഒപ്പിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ട്. കാരണം ഞാൻ എവിടെ വാടകയ്ക്ക് താമസിച്ചാലും, ഇപ്പോൾ ഇവിടെ ആണെങ്കിലും ഞാൻ ചെയ്യാറുണ്ട്, കറക്റ്റ് ഒപ്പിട്ട് എനിക്ക് തരാറുണ്ട്. കൊടുത്ത പൈസയും ഞാൻ കൊടുക്കുന്ന അതാത് മാസത്തെ കറക്റ്റ് തീയതിയിൽ തന്നെ ചെയ്യാറുണ്ട്, ഈ വാടക കൊടുക്കാറുണ്ട്. അത് ഞാൻ ഒപ്പിട്ട് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെടുത്തുനിന്ന് പൈസയും മേടിച്ചിട്ട് ഞങ്ങളില്ലാതിരുന്ന സമയത്താണ് ഞങ്ങളുടെ വീട് തുറന്ന് അതിനകത്തെല്ലാം നോക്കിയിട്ട് അഡീഷണൽ ലോക്ക് വെച്ചിരിക്കുന്നത്. ഇത് മര്യാദയാണോ? നമ്മുടെ മലയാളികൾ ചെയ്യുന്ന പരിപാടികളാണ്. അവനൊരു പെന്തിക്കോസാണ്, അവനൊരു പാസ്റ്ററാണ്. അവനോട് ഞാൻ വീടെടുത്തപ്പോഴേ പറഞ്ഞതാണ്, എനിക്ക് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അസ്ട്രോളജി അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ് ഞങ്ങൾ. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, എന്താണ് കൈനോട്ടമാണോ എന്ന് ചോദിച്ചു. എനിക്കതിനൊന്നും പ്രശ്നമില്ല, എൻ്റെ വീടിനകത്ത് ഫോട്ടോസൊന്നും ആണി അടിച്ച് വെക്കരുത്, ഇത്രയും മാത്രമേ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അവസാനം അവൻ ചന്ദനത്തിരി കത്തിച്ചു എന്നും പറഞ്ഞു. ഒരു ദിവസം, അതായത് വാവ് ബലിയിടുന്നതിൻ്റെ തലേദിവസം, അതായത് പിതൃക്കൾക്ക് ബലിയിടുന്നതിൻ്റെ തലേദിവസം, അന്ന് വെള്ളിയാഴ്ചയാണ്, ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ അടുത്ത വീട്ടിൽ പോയിട്ട് അവിടെ ഒന്ന് ചർച്ച ചെയ്തിട്ട് ഞങ്ങളുടെ വണ്ടിയുടെ സൗണ്ട് കേട്ടുകൊണ്ട് വേഗം വണ്ടി എടുത്തുകൊണ്ട് ഓടിക്കളഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് രാജി എന്തെങ്കിലും പുകയ്ക്കുന്നുണ്ടോ ഇവിടെ എന്ന് പറഞ്ഞു. ഞാനെന്ത് പുകയ്ക്കാനാ, നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ഫ്ലേവറുള്ള ചന്ദനത്തിരികൾ വാങ്ങിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സുഗന്ധദ്രവ്യങ്ങളുടെ സ്മെല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് രാവിലെയും വൈകുന്നേരവും ഒക്കെ എനിക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ ഞാൻ ചെയ്യാറുണ്ട്, ഞാൻ കത്തിച്ച് വയ്ക്കാറുണ്ട്. എനിക്ക് പോസിറ്റീവ് എനർജി വേണം, അല്ലെങ്കിൽ എനിക്ക് സന്തോഷം വേണം, എനിക്ക് നല്ലത് വേണം എന്ന് ചിന്തിക്കുമ്പോൾ ഞാനത് കത്തിച്ച് വയ്ക്കും. എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. ഞാൻ എൻ്റെ വീട്ടിലാണ് കത്തിച്ച് വയ്ക്കുന്നത്. അത് വന്ന് ചോദ്യം ചെയ്ത് ആ ഒരു പ്രശ്നം പറഞ്ഞിട്ടാണ് ഇവർ തുടങ്ങിയത്. എന്നിട്ട് ഞാനില്ലാണ്ടിരുന്ന സമയത്ത് എൻ്റെ അനുവാദം കൂടാതെ, അഗ്രിമെൻ്റ് എഴുതി വാടകയും മേടിച്ചിട്ട് എൻ്റെ അനുവാദം കൂടാതെയാണ്. കാര്യം ശരിയാണ്, അവൻ്റെ വീടാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ നമുക്ക് വാടകയ്ക്ക് തന്നു കഴിയുമ്പം അത് എൻ്റെ വീടാണ്,
എൻ്റെ അനുവാദമായിട്ട് ഞാൻ എൻ്റെ സ്വകാര്യ സ്വത്തുക്കൾ പൂട്ടി വെച്ചിരിക്കുന്ന വീടാണ്. അപ്പോൾ അത് മോഷണം വരെ എന്ത് ചെയ്യുക, മോഷണത്തിന് പോലും അതിനെന്ത് ചെയ്യുക, നമുക്ക് കേസ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീട് അനുവാദം ഇല്ലാതെ തുറന്നു. അവൻ അഡീഷണൽ ലോക്ക് വെച്ച്, ഞാൻ ഓണത്തിന് പോയ സമയത്ത് അഡീഷണൽ ലോക്ക് വെച്ചിരിക്കുന്നുണ്ട്. കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പം ഞാൻ ഇവിടെ നിന്ന് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് DGP അവിടെ ഞാൻ പരാതി കൊണ്ട് കൊടുത്തു. അപ്പോൾ എനിക്ക് അവിടുത്തെ സാറിനെ എനിക്ക് നേരിട്ട് നല്ല പരിചയമുണ്ട്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നതാണ്, എന്നെ എല്ലാ കാര്യങ്ങളിലും മനസ്സിലാക്കുന്ന ഒരു ആളാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്തു, അവരെ നേരിട്ട് എനിക്ക് കണക്ട് ചെയ്ത് തന്നു. ഞാൻ സംസാരിച്ചു. അപ്പോൾ നമ്മളോട് വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, വീണ്ടും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് അവിടെ അതായത് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാണ്, അവർ അവിടെ ചെല്ലാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, വീണ്ടും പോകും. ഞാൻ ഏതറ്റം വരെയും പോകും. കാരണം എന്താണെന്നറിയോ, ഇതുവരെയും 10-17 വയസ്സ് തുടങ്ങിയ സമയം തൊട്ടേ ഞാൻ എന്ത് ചെയ്യുന്നതാണ്, വാടകയ്ക്ക് താമസിക്കുന്നതാണ്. എനിക്ക് പക്വത വരാത്ത പ്രായം തൊട്ടേ വാടകയ്ക്ക് താമസിക്കുന്നതാണ്. ഞാൻ വാടകയ്ക്ക് താമസിക്കുമ്പോൾ 400 രൂപ മുതൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വാടക വീട് 400 രൂപ വരെ കൊടുത്ത് പോലും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വാടക വീട്ടിലിരുന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇന്ന് വരെയും ഇങ്ങനത്തെ ഒരു അനുഭവം എന്ത് ചെയ്തിട്ടില്ല, എനിക്കുണ്ടായിട്ടില്ല. എനിക്ക് നല്ല സപ്പോർട്ടിങ് തന്നെയായിരുന്നു ഇവിടുന്ന് എല്ലാ സ്ഥലത്തുനിന്നും ഉണ്ടായി. ഇവൻ എന്ത് കാരണത്തിനാണ് ഇത് ചെയ്തിരിക്കുന്നത്, ഇവൻ എന്നിട്ട് ചെയ്തിട്ട് എന്താണ് ചെയ്തിരിക്കുന്നത്, ഇവൻ്റെ ഫോണെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ വിളിക്കാതിരിക്കാനായിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവൻ അന്ന് ഇത്രയും ദിവസമായിട്ട് നമ്മളോട് നിങ്ങൾ എന്താ സാധനം എടുക്കുക, അങ്ങനെ ഒന്നും അവൻ ചോദിക്കുന്നില്ല. എഗ്രിമെൻ്റ് പ്രകാരം അവൻ എന്ത് ചെയ്യണം, അങ്ങനെ അവിടെ ഇട്ടിരിക്കുകയാണ് സാധനങ്ങളൊക്കെ. അവിടെ കിടക്കട്ടെ എന്ന് ഞാനും വിചാരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ നമുക്കിനി ആ ഒരു പ്രശ്നം കൂടെ, നമ്മുടെ സാധനങ്ങളും കൂടെ നമ്മുടെ കയ്യിലേക്ക് എത്തണം. ആ ഒരു കാര്യങ്ങൾ കൂടെ എന്ത് ചെയ്യണം ഉള്ളൂ ഇനി ലൈഫിൽ എന്ത് ചെയ്യുക, നടപടി ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഏകദേശം എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, പരിഹാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് എന്ത് ചെയ്തു, ഞാൻ വേദനകളിലൂടെ തന്നെ കടന്നു പോയപ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ മുമ്പിൽ വന്നിട്ടുണ്ട്. ചിരിച്ചുകൊണ്ട് തന്നെ നമ്മളെല്ലാ വേദനകളിലും എന്തെല്ലാം പ്രയാസം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഞാൻ എന്തുമാത്രം സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്, എന്തുമാത്രം അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അത്രയും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, തരണം ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട്. ഇതൊന്നും നമ്മൾ ആരും സഹായിച്ചിട്ടല്ല, ഒരാളുടെ സഹായവും എനിക്ക് എന്ത് ചെയ്യുന്നില്ല, ഇല്ല, ആരും എന്നെ സഹായിക്കാറുമില്ല. അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ സഹായിക്കണോ എന്നും ആരും ചോദിച്ചിട്ടില്ല. ഞാൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, എൻ്റെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്ത് എൻ്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നു. ഇങ്ങേറ്റം കണ്ണനെയും കൊണ്ട് പോലും എൻ്റെ കൂടെ നിൽക്കുന്നതെന്നല്ലാതെ കണ്ണനെയും കൊണ്ട് പോലും എന്ത് ചെയ്യാൻ പാടില്ല. ചില കാര്യങ്ങളിൽ കണ്ണനെ വരെ ഞാൻ എന്ത് ചെയ്യേണ്ടി വന്നു, ഈ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുമ്പോഴും കണ്ണനെയും കൂടെ ഞാൻ എന്ത് ചെയ്യേണ്ടി വന്നു, കൈത്താങ്ങേണ്ടി അവസ്ഥകളിൽ കൂടെ എല്ലാം ഞാൻ എന്ത് ചെയ്തു പോയി. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇപ്പോൾ കുഴപ്പമില്ല. 2 ദിവസം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ശാന്തമായിട്ടിങ്ങനെ ശാന്തമായിട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. രാവിലെ കുളിച്ചു, വിളക്ക് കത്തിച്ചു, പഴയ പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സിസ്റ്റം ഞങ്ങൾക്ക് എന്ത് ചെയ്തു തിരിച്ചു കിട്ടി. ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം നമ്മൾ ട്രാവലിങ്ങും പല കാര്യങ്ങളുണ്ടായിരുന്നു. ഈ ട്രാവൽ ചെയ്യുന്നതിനോട് പല നേർച്ചകളും പല കാര്യങ്ങളും എൻ്റെ ലൈഫിലുണ്ടായിരുന്നു. അതെല്ലാം എന്ത് ചെയ്തു, നമ്മൾ ചെയ്ത് തീർത്തു. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ആ ബാക്കിൽ കാണുന്നതാണ് ഞാൻ താമസിക്കുന്ന വീട്. കണ്ടില്ലേ, വളരെ ശാന്തമായിട്ടിരിക്കുന്നു, വളരെ സൈലൻ്റായിട്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. വളരെ സൈലൻ്റാണ്, ഒരു കുഴപ്പമില്ല, അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ മാവിൻ്റെ ചുവടാണിത്. കണ്ടില്ലേ, ഇതൊരു മാവാണ്. ഇത് മാവിൻ്റെ ചുവട്ടിൽ വന്ന് നിന്നിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു ചെറിയ മാവാണ്, അതിൻ്റെ ചുവട്ടിൽ വന്ന് നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇട്ട് തരുന്നത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. വരും ദിവസങ്ങളിൽ നമ്മൾ നല്ല വീഡിയോ ആയിട്ട് വരും. സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് തന്ന് ബെൽ ബട്ടൺ അമർത്തി കാണണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും ജീവിതത്തെ നല്ലവണ്ണം എന്ത് ചെയ്യണം, നമ്മൾ തളർന്നു പോകരുത്. എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ അതിനെ നേരിടാനും തരണം ചെയ്യാനുള്ള ശക്തി നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.